dear students, welcome back to Future Plus Academy. Srinaranaguru Open University MA English students in the third semester Ability Enhancement Compulsory Course, Skill Development Compulsory Course ആയിട്ടുള്ള English for Academic Purpose എന്നുള്ള പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് യൂണിറ്റ് 3, ബ്ലോക്ക് 1ലെ യൂണിറ്റ് 3 ആണ്. ഫ്രം പ്രീ റൈറ്റിംഗ് ടു പാരഗ്രാഫ്സ്, എസ്സേസ് ആൻഡ് റിപ്പോർട്ട്സ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീ റൈറ്റിംഗ് ടു പാരഗ്രാഫ്, എസ്സേസ് ആൻഡ് റിപ്പോർട്ട്സ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാം, അക്കാഡമിക് റൈറ്റിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 കാര്യങ്ങളാണ്. ഒന്ന് എസ്സേ, ഒന്ന് പാരഗ്രാഫ്, ഒന്ന് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ? വളരെ ഫോർമൽ ആണ് ഇതെല്ലാം എന്ന് നമ്മൾ പറഞ്ഞു. വിച്ച് ഇസ് റാദർ ദാൻ എന്റർടൈൻമെന്റ്, വിച്ച് ഇസ് ഹൗസ് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻസ്. ഇതൊക്കെയാണ് നമ്മൾ ഈ സോഫാർ യൂണിറ്റ്സ് പഠിച്ചു വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പാരഗ്രാഫ് എഴുതുമ്പോഴും എസ്സേ എഴുതുമ്പോഴും റിപ്പോർട്ട് എഴുതുമ്പോഴും ഇതെല്ലാം എഴുതുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. സോ പ്രിപ്പയറിംഗ് വെൽ ബിഫോർ യു റൈറ്റ്. ഫസ്റ്റ് ഇത് കാര്യം പറയുന്നതാണ്, പ്രിപ്പയർ വെൽ ബിഫോർ യു റൈറ്റ്. നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് എഴുതുകയാണെങ്കിലും അതിന് മുന്നേ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്ന് പറയുന്നു. സോ മെനി എക്സിസ്റ്റ് ടു സ്യൂട്ട് ഡിഫറെന്റ് നീഡ്സ്. ടോക്കിംഗ് ഓവർ കോൺസെപ്റ്റ് ആൻഡ് ലൗഡ് ക്യാൻ ബ്രിങ് ഹിഡൻ തോട്ട്സ് forward. Research the topic widely, gives useful context, jot down notes and reactions while reading to use later. Brainstorming freely gets creative juices flowing, write whatever comes to mind with no judgment. List also quickly capture related concept, categorize them into groups with labels to build structure എന്ന് പറയുന്നു. സോ പ്രിപ്പയറിംഗ് വെൽ ബിഫോർ യു റൈറ്റ് എന്നുള്ളത്. അപ്പൊ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് നമ്മൾ നല്ല രീതിയിൽ നോക്കണം, വായിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഡിസ്കസ് ഓൾ യുവർ റിലവന്റ് ഇൻഫർമേഷൻ ടു ഇൻക്ലൂഡ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക് മനസ്സിലാവും. ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഷേക്സ്പിയർ ആൻഡ് ഹിസ് വർക്ക്സ്. ഓക്കെ, ഇതിനെ കുറിച്ച് നമുക്ക് എഴുതാൻ തരികയാണ്, ഒരു എസ്സേ എഴുതാൻ തരികയാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതും? ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട് വളരെ റിനൗണ്ട് ആയിട്ടുള്ള റൈറ്ററിനെ കുറിച്ച് ഫസ്റ്റ് 2 ലൈൻ എഴുതണം, പ്രശസ്തി അല്ലെങ്കിൽ എന്താ പറയാ പൊക്കി എഴുതണം എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടാവും ഷേക്സ്പിയർ